മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് അംഗം അക്ഷയ് സന്തോഷ്. രാജ്യസന്നദ്ധത അറിയിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന് കത്ത് കൈമാറി. പുതിയ മെമ്പർ എന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കത്തിൽ പറയുന്നു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ, മറ്റത്തൂരിലെ മറ്റ് കോൺഗ്രസ് വിമതരെ പോലെയല്ല താൻ രാജിവെക്കാൻ തയ്യാറാണ്. കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ വൈകി, അതുകൊണ്ട് രാജിവെക്കാൻ സന്നദ്ധനെന്നാണോ നേതൃത്വത്തെ അക്ഷയ് അറിയിച്ചിട്ടുള്ളത്? മറ്റത്തൂരിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. നേരത്തെ തന്നെ ജയിച്ച 8 പേരോടും രാജിവെക്കണമെന്ന് കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നതാണ്. ഇതിൽ അക്ഷയ് പാർട്ടി പറയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് DCC പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട്. അന്ന് സംഭവിച്ചതിൽ തനിക്ക് പൂർണ്ണമായൊരു എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു നിശ്ചയമുണ്ടായിരുന്നില്ല. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് സംസാരിച്ചു, താനത് ചെയ്തു. BJPയുടെ പിന്തുണ വാങ്ങി മറ്റൊരാളെ അധികാരത്തിലേറ്റാനാണ് ശ്രമിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. താൻ ആദ്യമായി മെമ്പറായ ആളാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിചയക്കുറവ് തനിക്കുണ്ടായിരുന്നു. എക്കാലത്തും കോൺഗ്രസിൻ്റെ ലൈനാണ് തനിക്കുള്ളത്. പാർട്ടിക്കെതിരെ നിൽക്കാൻ താല്പര്യമില്ല, പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ DCC എന്ത് പറയുമോ അത് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യം. കോൺഗ്രസിൽ തുടരണം എന്നാണ് DCC പ്രസിഡന്റ് നൽകിയ കത്തിൽ അക്ഷയ് സന്തോഷ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ തന്നെ അക്ഷയെ സ്വാധീനിക്കാൻ മുതിർന്ന നേതാവ് ചന്ദ്രൻ സംസാരിക്കുന്ന ശബ്ദരേഖ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നതാണ്. അതിലും അക്ഷയ് വ്യക്തമായി പറയുന്നുണ്ട്, BJPയുമായി കൂട്ടുകൂടാനോ അവരുമായി ചേർന്നുകൊണ്ടുള്ളൊരു അധികാര കൈമാറ്റത്തിനൊന്നും തന്നെ തനിക്ക് താല്പര്യമില്ലെന്നും താൻ ഇത് പുറത്തു പറയാൻ തയ്യാറാണെന്നും ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കത്തുകൂടി DCCക്ക് കൊടുത്തത് പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കോൺഗ്രസിന് ഇതൊരു പിടിവള്ളിയാണ്. ഇത്തരത്തിൽ കൂടുതൽ പേർ പാർട്ടി ലൈൻ സ്വീകരിച്ചുകൊണ്ട് തിരികെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. നടരാജ് പരശുറാമാണ് വിശദാംശങ്ങൾ നൽകിയത്.